ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരാഴ്ചയിലെ അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ഒരാഴ്ച നല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് കേട്ടോ. വിക്രത്തിൻ്റെ വേദയുടെ വിവാഹവും അതിനു മുമ്പ് വിക്രത്തിന് ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ നല്ല എപ്പിസോഡുകളും കുറേ വിഷമം തോന്നുന്ന എപ്പിസോഡുകളും ഒക്കെ ആയിട്ട് അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രം ആകെപ്പാടെ പ്രതിസന്ധിയിലാണ് കേട്ടോ. ഇനി ഈ വിവാഹം എങ്ങാനും നടന്നു കഴിഞ്ഞാൽ വേദ തന്നെ അങ്ങ് ഭരിച്ചാലോ എന്നൊക്കെയുള്ള ചിന്തയാണ്. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേദയെ താലി കെട്ടിക്കഴിയുമ്പോഴേക്കും അവളുടെ കീഴിലായി പോവോ താൻ, അവൾ പറയേണ്ടതൊക്കെ അനുസരിക്കേണ്ടി വരുമോ എന്നൊക്കെ വിക്രത്തിന് ആകെപ്പാടെ ഒരു ചിന്തയും അങ്കലാപ്പും ഒക്കെ ഉണ്ട്. എന്നാലും അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. കാരണം വിവാഹം രണ്ട് വീട്ടുകാരും കൂടി അത് നിശ്ചയിച്ചിരിക്കുകയാണ്. അതുപോലെ മുത്തശ്ശിയും എല്ലാവരും സമ്മതിച്ചതോടുകൂടി എല്ലാവരെയും വിളിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ സമയം നിശ്ചയിക്കുകയും വിവാഹം എല്ലാവരെയും വിളിച്ചറിയിക്കുകയും വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ വേദയുടെ വീട്ടിലാണെങ്കിലും ശങ്കരനാരായണനും അതുപോലെ പത്മയും മുത്തശ്ശിയും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ച് വിവാഹത്തിൽ പങ്കെടുക്കാൻ പറയുന്നൊക്കെയുണ്ട്. അതേസമയം നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും ഇതൊന്നും ഒരു താല്പര്യവും ഇല്ല. ശ്രീകാന്ത് ആണെങ്കിൽ എങ്ങനെയാണ് വിക്രത്തിനെ അളിയനായിട്ട് അംഗീകരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ഞാൻ എങ്ങനെ അവനെ അളിയാന്ന് വിളിക്കും എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം വർഷയായിട്ട് ആലോചിക്കുന്നുണ്ട്, എൻ്റെ വർഷയെ എങ്ങനെ ഇത് സമ്മതിക്കുമെന്ന് അറിയില്ല. നാട്ടുകാരുടെ മുമ്പിൽ വീണ്ടും നാണക്കേടുണ്ടാവും. അവളിനിയിപ്പോൾ അവനെ വീണ്ടും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്താവുന്ന അവസ്ഥ എന്ന് അറിയില്ല എന്ന് പറയാണ്. എന്തൊരു നാണക്കേടാണ്, ഒരു പ്രാവശ്യത്തെ കൊണ്ട് തന്നെ ഭയങ്കര നാണക്കേടായി. ഇനിയിപ്പം എന്തുമാത്രം നാണക്കേടുണ്ടാവുമെന്ന് അറിയില്ല എന്നൊക്കെ അവർ സംസാരിക്കുക. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, അതൊന്നും ഈ വിവാഹം നടക്കരുത് എന്ന് വർഷയും പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ, ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം. അതിനായിട്ട് ചെയ്യാൻ ഒന്നേ ഉള്ളൂ, വിക്രത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് അപായപ്പെടുത്തണം എന്നുള്ള കാര്യം. അങ്ങനെ വർഷയുടെ അച്ഛനും പറയാണ്, അതിനു വേണ്ട എന്ത് സഹായവും ഞാൻ ചെയ്തു തരാമെന്ന് പറയാം. ഈ വിവാഹം നടക്കാൻ പാടില്ല, വേദ തിരിച്ചു വരണം, വേദയും ദർശനുമായിട്ടുള്ള വിവാഹം തന്നെ നടക്കണം. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. മാത്രമല്ല നമുക്കുണ്ടായ ആ നാണക്കേട് വേദ വിക്രത്തിൻ്റെ കൂടെ പോയപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണം. അതിനു വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ ഒഴിവാക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും കടുങ്കൈ തന്നെ ചെയ്യാമെന്ന് പറയുക. അപ്പം വേദയുടെ അച്ഛനും അത് സമ്മതിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പോയിട്ട് പഴയ ആ ഗുണ്ടകളെ കാണുകയാണ്. വിക്രത്തിനോട് ശത്രുതയുള്ള അവരെ കാണുക. കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം എന്ന് പറയാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, പണം തന്നാൽ മതി, അവൻ ഞങ്ങളുടെ ശത്രു തന്നെയാണ്, അവനെ ഞങ്ങൾ തീർത്തോളാന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, പണം എത്ര വേണേലും തരാം, പക്ഷേ പാളിപ്പോകരുത്, അവൻ ഇനി ജീവിക്കാൻ പാടില്ല, അവനെൻ്റെ പെങ്ങളെ ഇനി ഒന്നുകൂടി താലി കെട്ടി ആ ബന്ധം അങ്ങ് കുടുംബങ്ങൾ ഉറപ്പിക്കാൻ പാടില്ലെന്ന് പറയാം. അപ്പോൾ അഭിലാഷിൻ്റെ ഗുണ്ട പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ നടത്തിത്തരാം, അവനെ ഫോളോ ചെയ്ത് അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേ സമയത്താണെങ്കിൽ നമ്മുടെ അപ്പുമോക്കാണെങ്കിൽ പുറത്തൊക്കെ പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് കൊച്ചച്ഛനോട് പറയാം എന്ന് പറയാണ്. അങ്ങനെ വിക്രം വരുമ്പോഴേക്കും അപ്പുമോള് പറയാണ്, അതേ കൊച്ചച്ഛ, എന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോവോ, പാർക്കിലും ഒക്കെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, വേദ ചെറിയമ്മയും കൂടെ പോരട്ടെ, നമുക്ക് 3 പേർ കൂടെ അന്നത്തെ പോലെ പോയി ഒന്ന് അടിച്ചു പൊളിക്കാം എന്ന് പറയാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് വിശ്വേട്ടൻ കൊണ്ടുപോകും എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ പറയാണ്, അത് വിക്രം, വിശ്വേട്ടന് സമയമില്ല, വിശ്വേട്ടനാണെങ്കിൽ ഇപ്പോൾ പണിക്കൊക്കെ പോയി തുടങ്ങിയിരിക്കുക, മോളുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ ബാഗ്, ബുക്ക്, പുസ്തകം, യൂണിഫോം ഇതൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് പണം വേണ്ടേ, അതുകൊണ്ട് ഒരു ദിവസത്തെ ജോലി കളയണ്ടെന്ന് വിശ്വേട്ടൻ തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നിന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു, വേദയും കൂട്ടിക്കൂ, നിങ്ങൾ 3 പേരും കൂടെ പോയാൽ മതി, മോളുടെ സന്തോഷമല്ലേ, അവൾക്ക് എല്ലായിടവും ഒന്ന് ചുറ്റി നടന്ന് കറങ്ങി കാണണമെന്നാണ് പറഞ്ഞത്, പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് കൊണ്ടുപോ വിക്രം എന്ന് പറയാണ്. അപ്പോൾ അപ്പുമോളും പറയുന്നുണ്ട്, അതെ ചെറിയച്ഛൻ എന്നെ ഒന്ന് കൊണ്ടുപോകണം എന്ന് പറയാണ് കേട്ടോ.
അങ്ങനെ വിക്രത്തിൻ്റെ കൂടെ പോവാണ് അപ്പുമോള്. കൂടെ വേദയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടെ ബീച്ചിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് കണ്ണുകെട്ടി കളിയൊക്കെ കളിക്കുന്നുണ്ട്. വിക്രവും വേദയും കൂടെ നന്നായിട്ടങ്ങ് അടുക്കുന്നുമുണ്ട് കേട്ടോ. ആ സമയത്ത് കുഞ്ഞും നന്നായിട്ട് സന്തോഷിക്കുകയാണ്. ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ അഭിലാഷിൻ്റെ ഗുണ്ട. അവൻ പറയുന്നുണ്ട് മനസ്സിൽ, ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഈ കൊച്ചിനെ അങ്ങ് തട്ടിയെടുത്താലോ? ഓ വേണ്ട, വിക്രത്തിനെ തീർക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിക്രത്തിനെ തന്നെ നമുക്ക് തീർക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരവിടെ അടിച്ചു പൊളിച്ച് തിരിച്ച് വന്നിട്ട് വിക്രത്തിന് ഒരു കോള് വരികയാണ് കേട്ടോ. ആ ശ്രീനിവാസ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. അങ്ങനെ ശ്രീനിവാസ സാറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വിക്രം വേദയും കുഞ്ഞിനെയും കൊണ്ടുപോയി വീട്ടിൽ വിടുകയാണ്. അപ്പം മോള് പറയുന്നുണ്ട്, ആണ്ടേ ചെറിയച്ഛൻ ഇനി ഇപ്പം പോവണ്ട, പോയിട്ട് ഇനി എപ്പോൾ വരാനാ, അതുകൊണ്ട് ഇനി പോവണ്ട, രാത്രിയായില്ലേ. അപ്പം പറയാണ് വിക്രം, അത് സാരില്ല, നിങ്ങൾ കയറിപ്പോക്കോ, ഞാൻ പോയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരാം മോളെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിക്രം ബൈക്കിൽ അങ്ങ് പോവാം. അതേസമയം കുഞ്ഞും വേദയൊക്കെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നുമുണ്ട് കേട്ടോ. വീട്ടിലാണെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കമല. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അടുപ്പിക്കുകയാണ്. അങ്ങനെ വേദയും ഭയങ്കര സന്തോഷത്തിലാണ്. 2-3 ദിവസം കൂടിയേ ഉള്ളൂ കേട്ടോ വിക്രം ത്തിൻ്റെയും വേദയുടെയും വിവാഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് രാത്രിയിൽ വിക്രം വീട്ടിലെത്തുന്നില്ല. വിക്രം വീട്ടിലെത്താതിരിക്കുമ്പം എന്താ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് വേദ ആകെപ്പാടെ ടെൻഷൻ അടിക്കുകയാണ്. വേദയാണെങ്കിൽ രാത്രിയിലൊരു ദുർസ്വപ്നവും കണ്ടു, വിക്രത്തിന് എന്തോ അപകടം പറ്റുന്നെന്ന്. അതെല്ലാവരോടും പറയുന്നുമുണ്ട് കേട്ടോ. അതേസമയം രാവിലെ തന്നെ മുത്തശ്ശി എത്തുകയാണ് ചെയ്യുന്നത്, നമ്മുടെ അച്ചമ്മയാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് സന്തോഷപൂർവ്വം കുറേ സ്വർണ്ണാഭരണമൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അച്ചമ്മ വരുന്ന കാണുമ്പം തന്നെ നമ്മുടെ നന്ദിനിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനി പറയുന്നുണ്ട്, ഓ ഈ തള്ളയും കൂടി വന്നു, ഇതൊന്നുകൂടെ നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്, ഇത് മുടക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. ഓ ഇവരും കൂടി എത്തിയല്ലോ, ഇനി വിക്രം ഇവർ പറയുന്നതേ കേൾക്കുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ അച്ചമ്മ വരുന്ന കാണുമ്പം വേദയും കമലയൊക്കെ ഓടി വരുന്നുണ്ട്. അച്ചമ്മയാണെ വേദയെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മോളെ നല്ലത് തന്നെ സംഭവിക്കുകയുള്ളൂ, എന്തായാലും നിൻ്റെ വിവാഹത്തിന് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അച്ചമ്മ. അച്ചമ്മയുടെ പഴയ ആഭരണങ്ങളാണെന്നാണ് പറയുന്നത്. വിവാഹത്തിന് അച്ചമ്മ ഉപയോഗിച്ചതും തറവാട്ടിലിരുന്നതുമായ സ്വർണ്ണമൊക്കെ ഒരു പെട്ടിക്കകത്ത് കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് അത് വേദയ്ക്ക് കൈമാറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടെ കല്യാണം ഒരുക്കവും തലേ ദിവസത്തെ ഒരുക്കവും ഒക്കെ ആകുകയാണ്. അപ്പോൾ വേദയ്ക്ക് കൈമാറിയിട്ട് പറയുന്നുണ്ട് അച്ചമ്മ, ഇത് മോക്കുള്ളതാ, എൻ്റെ ഇളയ കൊച്ചുമോൻ്റെ മോക്കുള്ളതാ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതാ, മറ്റാർക്കും അത് കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. മോളുടെ വിവാഹത്തിന് ഇതിരിക്കട്ടെ, അതിനായിട്ട് ഇനി കമല ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് ഇതങ്ങ് കൊടുത്ത് തുറന്ന് കാണിക്കുമ്പോഴേക്കും നമ്മുടെ നന്ദിനിയുടെ കണ്ണൊക്കെ തള്ളിപ്പോവാ. നന്ദിനി ഇങ്ങനെ, അയ്യോ ഇത്രയും സ്വർണ്ണമൊക്കെ ഇവർ കൊണ്ടുവന്ന് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം വിവാഹ ഒരുക്കങ്ങൾ നടക്കുകയാണേലും വിക്രം അതുവരെ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. വേദയാണെങ്കിൽ ഫോൺ എടുത്ത് വിക്രത്തിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വിക്രം ഫോൺ അറ്റൻഡ് ചെയ്യുന്നുമില്ല, തിരിച്ച് വിളിക്കുന്നുമില്ല. വേദ ആകെപ്പാടെ വെപ്രാളപ്പെടുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്ന് ചോദിക്കുക. അതറിയില്ല, വിക്രം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ്, ഇത്രയൊന്നും ലേറ്റ് ആവാറില്ല. ഇപ്പം വിവാഹത്തിന് ഇനി 2-3 ദിവസമല്ലേ ഉള്ളൂ, വിക്രത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, വിക്രത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവോ? അപ്പോൾ അച്ചമ്മ പറയാം, ഇല്ല മോളെ, അവനിങ്ങ് വരും, അവൻ അങ്ങനെ ഇടയ്ക്കൊക്കെ വരാതിരിക്കുന്നതല്ലേ, അതുകൊണ്ട് അത് ഓർത്തിട്ടൊന്നും മോള് വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം വിക്രത്തിനാണെങ്കിൽ സംഭവിക്കുന്നത്, നമ്മുടെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ അഭിലാഷും കൂട്ടരും ഒക്കെ വിക്രം ഒരു ദിവസം വരുമ്പോഴേക്കും വണ്ടി ഇടിക്കുകയാണ് കേട്ടോ. കാർ ഇടിക്കുകയാണ് ശ്രീകാന്ത്. ഇടിച്ച് വിക്രം അവിടെ വീണ് ബോധരഹിതനായിട്ട് റോഡിൽ കിടക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാതെ വിക്രം വീണ് കിടക്കുക. ആ പാതിരാത്രിയിൽ അതുവഴിയിൽ ഓട്ടോറിക്ഷയിൽ ജീന വരികയാണ്. ജീന വരുമ്പോഴേക്കും വിക്രം റോഡിൽ കിടക്കുന്ന കണ്ട് ജീന വന്നെടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. പോകുന്ന വഴി ജീന രാധയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് രാധയോട് പറയുന്നുണ്ട്, രാധേ, വിക്രത്തിന് ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയിട്ടുണ്ട്, നീയും കൂടെ വാ ഹോസ്പിറ്റലിലേക്ക്, വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ച് പറയാം, വേദയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് രാധ കുറേ പ്രാവശ്യം വേദയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം രാത്രി ആയതുകൊണ്ട് തന്നെ വേദ ഇത് ശ്രദ്ധിക്കുന്നുമില്ല ഈ കോള്. അതിനുശേഷം രാധയും ജീനയും കൂടി വിക്രത്തിനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്.
വളരെ മോശമായ കണ്ടീഷനിൽ തന്നെയാണ് കേട്ടോ വിക്രത്തിനെ കൊണ്ടു ചെല്ലുന്നത്. തലയൊക്കെ പൊട്ടി വല്ലാതെ. അങ്ങനെ ഹോസ്പിറ്റൽ ICUലൊക്കെ കിടക്കാണ് വിക്രം. അതിനുശേഷം പുറത്ത് റൂമിലാണ്. അതേസമയം രാധയാണെ വിക്രത്തിൻ്റെ ഫോൺ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. വേദ വിളിച്ചിട്ടും അതുകൊണ്ട് വിക്രം അറിയുന്നേയില്ല, ഫോൺ എടുക്കുന്നുമില്ല. രാധ വിക്രത്തിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടിൽ അറിയിച്ചിരുന്നു, വേദയോടും വിളിച്ച് പറഞ്ഞിരുന്നു, ആരും വന്നില്ല. നിന്നോടുള്ള ദേഷ്യം കൊണ്ട് സുധാകരൻ മാഷ് ആരോടും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതായാലും അസുഖം മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് രാധയും വിക്രത്തിൻ്റെ കൂടെ അങ്ങ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം വിക്രത്തെക്കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടാതെ വരികയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ വേദ ശ്രദ്ധിക്കുന്നത്. വേദയുടെ ഫോണിൽ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ജീന. അയ്യോ, എന്തായിരിക്കും ജീന വിളിച്ചത് എന്നൊക്കെ വിചാരിച്ചിട്ട് വേദ ഫോണെടുത്ത് ജീനയെ തിരിച്ച് വിളിക്കുകയാണ്. അപ്പോൾ ജീന പറയുന്നുണ്ട്, വേദേ, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? രാധ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? വിക്രത്തിനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഞാനാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. രാധയും കൂടെ ഉണ്ടായിരുന്നു. അവൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, നിങ്ങളെയൊക്കെ അറിയിച്ചെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ വേദ പറയാണ്, ഇല്ല, ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. വിക്രത്തിനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫുമാണ്. അപ്പം ഉടനെ തന്നെ ജീന പറയുന്നുണ്ട്, അത് രാധയുടെ കളിയായിരിക്കും, അവളോട് തന്നെ നമുക്ക് ചോദിക്കാം എന്ന് പറയാം. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് വിട്ടാലും കൊള്ളില്ലല്ലോ, രാധയുടെ കള ഇത്തിരി കൂടുന്നുണ്ട്. ഇതിപ്പോൾ മനഃപൂർവ്വം അവളെ അറിയിക്കാതിരുന്നായിരിക്കും, വിക്രത്തിൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും ആ കൂടെ പോവാണ്. അങ്ങനെ മുത്തശ്ശിയും വേദയും ജീനയും കൂടി രാധയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പം രാധ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി എന്നിട്ട് രാധയുടെ ചെവി പിടിക്കുക, എടി, നീ എന്ത് പണിയെ കാണിച്ചത്? വിക്രം എവിടെ? അവൻ ഹോസ്പിറ്റലായിട്ട് നീ എന്താ ഞങ്ങളെ അറിയിക്കാതിരുന്നത്? ജീന നിന്നോട് പറഞ്ഞതല്ലേ? അപ്പോൾ രാധ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. അല്ല, എന്തുകൊണ്ടാണ് നീ അവൻ്റെ ഫോൺ മാറ്റി വെച്ചത്? ആ വീട്ടിൽ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കില്ലേ? നിന്റെ മനസ്സിൽ എന്താ ഇരിപ്പെന്ന് എനിക്ക് മനസ്സിലായി. ഈ വിവാഹം മുടക്കണം, അതിനു വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പം രാധ കുനിഞ്ഞു നിൽക്കുമ്പോൾ രാധയുടെ അമ്മ രാധയെ വഴക്ക് പറയാണ്. നീ എന്താടി ചെയ്തത്? ഇങ്ങനെയാണോടി ചെയ്യേണ്ടത്? നീ ഇങ്ങോട്ട് കയറ്, ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാണ് വിക്രത്തിൻ്റെ അടുത്ത്. അങ്ങനെ മുത്തശ്ശിയും വേദയും രാധയും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം വിക്രം റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ ഇവർ ചെല്ലുന്ന കണ്ട് അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ വിക്രം, നിനക്ക് എന്താ സംഭവിച്ചത്? നീ എങ്ങനെയാണ് ഹോസ്പിറ്റലിലായതെന്നൊക്കെ ചോദിക്കുമ്പം വിക്രം കാര്യമൊക്കെ പറയാണ് കേട്ടോ. പോയപ്പോൾ ഒരു വണ്ടി ഇടിച്ചതാണെന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങളോട് ആരും പറഞ്ഞില്ല, ഈ രാധ ഇതൊന്നും വിളിച്ച് പറഞ്ഞേയില്ല എന്ന് പറയുമ്പം വിക്രം രാധയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. രാധേ, നീ എന്താണ് ഈ പറയാതിരുന്നത്? നീ എന്നോട് പറഞ്ഞത് വീട്ടിൽ വിളിച്ച് പറഞ്ഞു, വേദയെ വിളിച്ച് പറഞ്ഞു എന്നൊക്കെയാണല്ലോ. എൻ്റെ ഫോൺ എന്തിനാ നീ എടുത്ത് മാറ്റി വെച്ചത്? ഈ ചെയ്തതൊരു വലിയ ചതിയായി പോയി കേട്ടോ രാധേ എന്നൊക്കെ പറഞ്ഞ് വിക്രം രാധയെ വഴക്ക് പറയുന്നുമുണ്ട്. അങ്ങനെ വിക്രവും ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് പോവാണ്, വേദയും മുത്തശ്ശിയുമായിട്ട്. അങ്ങനെ വിക്രത്തിനെ റൂമിലൊക്കെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അപ്പോൾ വേദ അവിടെ ചെന്ന് നിന്നിട്ട് പറയാണ്, ഇനി ഒരു ദിവസം കൂടിയേ നമ്മുടെ വിവാഹത്തിനുള്ളൂ. അപ്പോൾ വിക്രം പറയാണ്, എന്തിനാണ് ഇനി ഇങ്ങനെ ഒരു വിവാഹം? ഈ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം നിൻ്റെ അടിമയായിട്ട് ഞാൻ ജീവിക്കണം, അതല്ലേ നിൻ്റെ ഉദ്ദേശം? നിനക്കത് തന്നെ ഉദ്ദേശം. പിന്നെ നീ പറയുന്ന അനുസരിച്ച് ഞാൻ തുള്ളണം, അല്ലേടി യക്ഷി എന്ന് പറയുമ്പം വേദ പറയാണ്, അതെ, പിന്നെ ഞാൻ പറയുന്ന അനുസരിച്ച് തുള്ളും. ഞാനിങ്ങനെ മന്ത്രം ചെല്ലുമ്പം അതനുസരിച്ച് നിങ്ങൾ ജീവിക്കും, അത് കാണണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലി ചുമ്മാ വിക്രത്തിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നൊക്കെയുണ്ട് വേദ. അങ്ങനെ വിവാഹമൊക്കെ ആകുകയാണ് കേട്ടോ. വിവാഹം ആകാറാവുമ്പോൾ തന്നെ നമ്മുടെ വിക്രത്തിന് ഒരു സംശയം തോന്നുകയാണ്, ആരായിരിക്കും തന്നെ വണ്ടി ഇടിപ്പിച്ചത്? എന്തെങ്കിലും അപായപ്പെടുത്താൻ നോക്കിയതായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ വിക്രത്തിനൊരു കോള് വരിക, ഈ പണിയൊക്കെ ചെയ്തത് ശ്രീകാന്ത് ആണെന്നും വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകാന്ത് ഇത് ചെയ്തതെന്നൊക്കെയുള്ളത്. അപ്പം വിവാഹം അങ്ങനെ ഇപ്പം മുടങ്ങണ്ടെന്നും ശ്രീകാന്ത് അങ്ങനെ സന്തോഷിക്കേണ്ടെന്നൊക്കെ വിക്രം വിചാരിക്കുകയാണ്. അങ്ങനെ വിവാഹം അടിപൊളിയായിട്ട് നടത്താൻ വിക്രം തന്നെ തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് വിക്രത്തിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ശ്രീകാന്തിനൊരു നല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിക്രം വിവാഹത്തിന് സമ്മതിക്കുന്നതൊക്കെ. പക്ഷെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. തലേദിവസം രാത്രിയിൽ എല്ലാം അടിപൊളിയായി ചടങ്ങുകൾ നടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും വിക്രം വേദയുടെ കഴുത്തിൽ താലിയൊക്കെ കെട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആകെ മൊത്തം നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. എങ്ങനെയും വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അതൊന്നും നടന്നില്ലല്ലോ, സംഗതി പാളിപ്പോവുകയും ചെയ്തു. വിക്രമാണെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയല്ലടാ എന്നെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നിന്നെ ഞാനെന്തിനു കൊല്ലണം?
അപ്പോൾ പറയാണ്, നിൻ്റെ അച്ഛനും അമ്മയും മറ്റുള്ളവരെല്ലാം അംഗീകരിച്ച് ഈ വിവാഹം നടക്കാൻ പോകുന്നത് നിനക്കങ്ങ് സഹിക്കുന്നില്ലല്ലേ? നിൻ്റെ പെങ്ങളെ ഞാൻ വിവാഹം കഴിക്കരുതെന്നാണ് നിൻ്റെ ആഗ്രഹം അല്ലേ? അതിനി നടക്കാൻ പോകുന്നില്ലടാ. വേദ തന്നെയാടാ എൻ്റെ ഭാര്യ. നീ എന്നെ അളിയാന്ന് തന്നെ വിളിക്കുവടാ. നിൻ്റെ വീട്ടിൽ കയറി ഞാൻ താമസിക്കുവടാ. നീ കണ്ടോണം, ഇത്രയൊക്കെ നീ ചെയ്ത സ്ഥിതിക്ക് ഇനി ഈ വിവാഹം മുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ വേദയെ വിവാഹം കഴിക്കുകയും ചെയ്യും എന്നൊക്കെ അങ്ങ് പറയാണോ. അങ്ങനെ അവിടെ വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹ തലേ ദിവസം അടിപൊളി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. വേദയാണെങ്കിൽ മുത്തശ്ശി കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിയുകയും അടിപൊളി വേഷത്തിൽ ഒരുങ്ങി ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തലേദിവസം രാത്രിയിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആ വിവാഹത്തിൻ്റെ തലേദിവസം വരെയുള്ള എപ്പിസോഡുകളാണ് നമുക്ക് കാണുന്നത്. വിവാഹത്തിന് വിക്രത്തിന് സമ്മതമാണ്. കാരണം അവിടെ ശ്രീകാന്ത് തന്നെ കൊല്ലാൻ നോക്കിയത് ഈ വിവാഹം മുടക്കാനല്ലേ. അതുകൊണ്ട് വേദയുടെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും എന്നൊരു വാശി വിക്രത്തിനുണ്ട് കേട്ടോ. എന്തായാലും മംഗളമായിട്ട് തന്നെ നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹം നടക്കുക തന്നെ ചെയ്യും. അടിപൊളി എപ്പിസോഡുകളാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്